അസ്സലാമലൈക്കും, ഈദ് മുബാറക്. അപ്പൊ ഞങ്ങള് ഈദായിട്ട് ഒരു ട്രിപ്പ് പോവാട്ടോ അബഹയ്ക്ക്. അപ്പൊ ഒരുപാട് കാലത്തെ നമ്മൾ ആഗ്രഹമാണ് അബഹ കമീസ് മുഷേത്തൊക്കെ കയറാൻ. നമ്മൾ അസീർ പ്രൊവിഷ്യ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗദി അറേബ്യയിലത്തെ ഒരു പ്ലേസ് ആണ്. അപ്പൊ അവിടേക്ക് നമ്മൾ പോവുകയാണ്. ഈദ് ദിവസമാണെന്ന് 1 മണി കഴിഞ്ഞില്ലേ. അപ്പൊ ഇന്നത്തെ യാത്ര സാധാരണ നമ്മള് യാത്ര പോകുമ്പോൾ ഈദ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് പോവാറ്. അപ്പൊ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്ഷീണിതരായിരിക്കും. തലേസ് ഉറങ്ങാത്ത ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. മഴ കാരണം നമ്മള് സമയം മാറ്റി വെച്ചതാ. മഴ കാരണം മാത്രല്ല കേട്ടോ, കാരണം നമ്മൾ ഉറക്കം കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടാണ് പോകണം. അപ്പൊ രാത്രിയും പകലുമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്രാ സമയം തന്നെ തിരഞ്ഞെടുത്തുള്ളത്. അങ്ങനെയല്ലേ ഷഫീഖ? പൊളിക്കില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിന്നൊരു സ്പെഷ്യൽ വഴിയാണ്. അബൈൽക്ക് പല റൂട്ടും ഉണ്ട് അബൈൽക്ക് പോകാൻ വേണ്ടിയിട്ട്. സാധാരണ ആളുകൾ പോകുന്ന വഴി വേറാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ വഴിയാണ്. അത് നമുക്ക് പറഞ്ഞെന്നില്ല ആരറിയാം. നമ്മളിന്ന് പോകുന്നത് നമ്മളെ ഒരു അടിപൊളി കിടിലൻ വണ്ടിയിലാണ്. താഹൂലാണ് പോകുന്നത്. നമ്മളെ അലിഖാന്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ അലിഖാനെ പരിചയപ്പെട്ടാലോ അല്ലേ? അലിഖാനെ പരിചയപ്പെടാം. അപ്പൊ അതാ ഞങ്ങള് പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ ഇങ്ങനെ കയറിയതാണ്. ഒരു കോഫിയൊക്കെ ഇതാ സ്റ്റാർ വർഷന്ന് കോഫിയൊക്കെ വാങ്ങി. അപ്പൊ നമ്മൾ പോകുന്ന വണ്ടി ഇതാണ് കേട്ടോ മക്കളെ. മാഷാഅല്ലാഹ് അടിപൊളി വണ്ടിയൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഹബീബി, നമ്മളെ പ്രിയപ്പെട്ട അലിക്ക. അലിക്കാനെ റിയാദിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അലിക്ക, എന്താണ് ഹാലൊക്കെ? ഒരു യാത്രാക്ഷീണം കഴിഞ്ഞ് വന്നാണ് നിങ്ങളല്ലേ? ഉറങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് യാത്രയിലാണ് അലിക്ക ഉള്ളത്. അപ്പൊ അലിക്ക നല്ല എക്സ്പീരിയൻസ് ആണല്ലേ ഇവിടെ ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ട്? ഒരുപാട് എക്സ്പീരിയൻസ്, എല്ലാ സ്ഥലങ്ങളും ഒരു റൂട്ടൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് അബൈൽക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ റൂട്ടാണ് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ട്രാഫിക് വളരെ കമ്മിയായിരിക്കും. പിന്നെ റോഡ് കുറച്ച് സ്പീഡ് പോകാൻ പറ്റുന്ന റോഡാണ്. ശ്രദ്ധിച്ചു പോകണം. നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. അപ്പൊ ഏത് വഴിയാണ് നമ്മളിന്ന് പോകുന്നത്? ഇത് നമ്മൾ റിയാദ് മുസാമിയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബിഷ റോഡ് പറയും. ബിഷ റോഡ് അല്ലേ? ബിഷ റോഡിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കമ്മീഷൻ. ഏതൊക്കെ വഴി നമ്മൾ താണ്ടും എന്ന് പറഞ്ഞാൽ ബിഷ മെയിനായിട്ട് താണ്ടും. റാണി പോകുന്ന വഴി, പിന്നെ സ്ട്രൈറ്റ് അബഹാമിൽ. അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോ ഞങ്ങളൊരു ആഗ്രഹം ഉണ്ട് നമ്മളെ വാദ്യവാസനം കാണാൻ. തിരിച്ചു വരുമ്പോൾ വൈദവാജർ സുലയിൽ, പിന്നെ ഹോത്തബിനിത്തമി. ഓ, ലൈലാഫ്ലാജ്, ആ പ്രണയകഥ നടന്ന സ്ഥലമൊക്കെ അല്ലേ? ഹോത്തബിനിത്തമി നമ്മൾ നേരെ റിയാദ്. അപ്പൊ പൊളിയാണ്, നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മളിങ്ങനെ കറങ്ങിപ്പോരും ഇൻഷാ അല്ലാഹ്. അപ്പൊ സെറ്റാണ് അല്ലേ? പിന്നെ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇതായിരിക്കുന്നത് വണ്ടി ഇറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബക്കാലയിൽ പോയിട്ട് എന്ത് മേടിച്ചു? ഞാനൊരു കോതോട് വാങ്ങി. വേറെ ആർക്കും അലൗഡ് ഇല്ല. ഞാനൊരു ലൈസ് വാങ്ങിട്ടോ. ലൈസ് അതിനൊരു പേരുണ്ട്, ആ പേര് പറയൂ. നമ്മളങ്ങനെ വീണ്ടും യാത്ര തിരിക്കുന്നു. എന്താ കഴിക്കുന്നത്? ഞാൻ അമ്മ ഉണ്ടാക്കിയ കായപ്പം, പഴയിട്ടൊരു അപ്പം ഉണ്ടാക്കി കായപ്പം. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. മാമാക്ക് എന്തെങ്കിലും ബിഷ റോഡ് കയറാറായിട്ടാ. ബിഷ റോഡിലേക്ക് ഇനി ഏകദേശം ഒരു 800-900 കിലോമീറ്റർ ഉണ്ടാവും. റയ്യാൻ ബിഷ റോഡ് നമ്മൾ കയറാൻ പോവാണ് അല്ലേ? ആയിരിക്കാം നിസാമിന്ന് ഇപ്പൊ നമ്മളെ എത്ര ഓടി? ഇതാണല്ലേ റോഡ്? നമ്മൾ യൂട്ടേൺ അടിച്ചിട്ടാ ലെഫ്റ്റ് കയറിയിട്ട് റൈറ്റ് കയറി ലെഫ്റ്റ് തിരിയും അങ്ങനല്ലേ? അത് തിരിഞ്ഞിട്ട് നമ്മള് ഇൻഡിക്കേറ്റർ ഇട്ട് ബിഷയിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 300 500 കിലോമീറ്റർ സ്ട്രൈറ്റ് നമ്മള് ബിഷയാണ് പോണേ. അപ്പൊ ഈ വഴി എല്ലാരും ഒന്ന് മനസ്സിലാക്കി മാറിപ്പിടിക്കും അല്ലേ? അപ്പൊ ഒരു എളുപ്പവഴിയാണ്. ഒരു 100 കിലോമീറ്ററോളം നമുക്ക് കുറവ് കിട്ടുന്നുണ്ട്. ഒരു ടൗൺ ടച്ച് ചെയ്യാതെ ഹൈവേ. ഇങ്ങനെ ഗായ്സ് ഞങ്ങൾ ബിഷാർ റൂട്ടിൽ കയറി. ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഷെബീറിനെ കണ്ട്
പോലീസുകാർ ഡൗട്ട് അടിച്ചിട്ട് ഒരുപാട് കാര്യം ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങള് വിട്ടത്. ഞാൻ കഴുത്തിൽ കത്തിക്കുന്ന നമ്മളെ അല്ല അലിക്ക ഷെബിനെ കണ്ടപ്പോ നമ്മള് സംശയിച്ചില്ലേ ഇത് ആരാണ് ചോദിക്കണത്, ഇത് ഇന്ത്യക്കാരനാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ സുഡാനിയാണ്. സുഡാനിയല്ല, നൈജീരിയക്കാരനാണ്. ഭയങ്കര തീറ്റാണല്ലോ ഉണ്ണിമോളെ. കേറിയ ടൈം ഭയങ്കര മുട്ടാടിയാൻ. അങ്ങനെ ഞാനും ഉണ്ണിമോളും വീണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായ എവിടെ പോകുന്ന ഉണ്ണിമോളെ? ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടാൾക്കൊരു പ്രത്യേകത ഇട്ട് ഓരോ 100 കിലോമീറ്ററിൽ മൂത്രമൊഴിക്കാൻ നിർത്തണം അല്ലേ ഉണ്ണിമോളെ? നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ എല്ലാവർക്കും അല്ലേ, പക്ഷെ നമുക്ക് പെട്ടെന്ന് ആവും അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ യാത്രകളിലുള്ള ഓരോ ബാത്റൂമും ഞങ്ങൾക്ക് നല്ല സുപരിചിതമാണ്. ഇപ്പൊ നമ്മള് അൽറയ എന്നുള്ള സ്ഥലത്താട്ടോ. അങ്ങനെ ഫജർസലായി മക്കളെ നിസ്കരിക്കാൻ ഇറങ്ങിയതാട്ടോ. ചെറിയൊരു മസ്ജിദ്. ചിഞ്ചു നിസ്കരിക്കില്ലേ? പെണ്ണുങ്ങൾ നിസ്കരിക്കാം മറ്റോടെ എന്തില്ലാതെ നിസ്കാര കുപ്പായല്ലേ? ജീൻസ് ഇട്ട് നിസ്കരിക്കാനില്ല. അങ്ങനെ നേരം വെളുത്ത് തുടങ്ങിട്ടോ. ഒരു ഗ്രാമപ്രദേശമാണത്. ഇതിന്റെ മുന്നേ ബീച്ച് റോഡ് ഉണ്ടായല്ലോ, ആദ്യം സിംഗിൾ ആണ് ഡബിൾ ആക്കണം അല്ലേ? അവിടെയാണ് പാറകളൊക്കെ പൊളിക്കുന്നത് അല്ലേ? അതിന് പകരം താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയൊരു വഴിയാണിത് അല്ലേ? സംഭവം കാണുമ്പോ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു മരുഭൂമിയിലൂടെ എത്രയും പെട്ടെന്ന് നോക്കിയതാ ആ റോഡ് പോണുണ്ടല്ലേ, ഇങ്ങനെ തിരിഞ്ഞ് ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയൊരു വഴി. ഗായ്സ് വീണ്ടും നമ്മൾ ഇതാ പെട്രോളൊക്കെ അടിക്കാനായിട്ട് പമ്പിലേക്ക് എടുത്താണ് റെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട്. ഈശോയുടെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 180 കിലോമീറ്റർ ആണ് അബഹയിൽക്കുള്ളത്. 10:30 ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി 1:30ക്കാണ് റിയാദിൽ നിന്ന് പോകുന്നത്. യാത്ര അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. വഴിയൊക്കെ നല്ല വഴിയാണ്, തിരക്കുകളൊന്നും ഇല്ലാത്ത അടിപൊളി വഴിയാണത്. ഒരു വഴിയാണ്. ഇപ്പോൾ കമ്മീസ് മുഷയത്തിലേക്കും ബീച്ചിലേക്കൊക്കെ വരുന്നവർ തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ്. ഷെഫീറെ നല്ല ഉറങ്ങി ക്ഷീണിച്ചിട്ടുണ്ട്, നല്ല ഉറക്കമായിരുന്നു. ഷെഫീക്ക് ഡ്രൈവ് ചെയ്തിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത്? ഏകദേശം 450 കിലോമീറ്റർ അല്ലേ? 450 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തല്ലേ? ഉണ്ണിമുളക് ഉറങ്ങിയിട്ട് മായച്ച് ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ആളാണിതാ. 7 മണിക്കൂർ ഉറങ്ങിയിരിക്കുന്നു ബേക്കി കിടന്ന്. വ്ലോഗ് ചെയ്യാൻ വന്ന ആളാണല്ലേ ഈ. ഇതുണ്ടായിരുന്നു ഉറക്കം. അടിപൊളി. മക്കളെ എല്ലാരും ഭയങ്കര ക്ഷീണിതനാണല്ലേ? അലിക്ക ക്ഷീണൊക്കെ മാറിയോ? അലിക്ക നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. 3.5 മണിക്കൂർ ഉറങ്ങി. ഈ കൂട്ടത്തിൽ ഉറങ്ങാത്താണ് ഞാൻ മാത്രം അല്ലേ? ഉറങ്ങാത്താണ് ഞാൻ മാത്രമുള്ളൂ. ഇവരൊക്കെ നന്നായി ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ശരിക്കും പിന്നെ ഷെഫീക്ക് ഉറങ്ങിയില്ല കേട്ടോ. ഷെഫീക്ക് പാവാണ്, കാരണം 600 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചല്ലേ? ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ നമ്മള് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലൊക്കേഷനിലേക്ക് റൂം അല്ലേ, ഹോട്ടൽ എടുത്തു കൊടുത്തത് എത്രയാണ്? 80 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മള് അസീർ പ്രൊവിൻഷ്യക്ക് കടന്നല്ലേ? സൗദി അറേബ്യയുടെ എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലമാണ് അസീർ പ്രൊവിൻഷ്യ. നമ്മൾ ഊട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, പച്ചപ്പും മലകളും ഒക്കെ ഉള്ള അല്ലെ? ഹരിതക പൂങ്കാവനം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും വന്ന് ഒരു വട്ടമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. സൈലന്റ് വാലി അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ വീഡിയോയിൽ ആ പ്ലേസിലെത്തുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് മാഷാ അല്ലാഹ് വെഡങ്ങുകളൊന്നും ഇല്ലാതെ അല്ലെ, അടിപൊളിയായിട്ട് സന്തോഷകരമായി ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ അസീർ പ്രവിശ്യ
അസിർ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ആയിരിക്കും അത്, പ്രവിശ്യകൾ. പ്രവിശ്യ. അസിർ റീജിയനിൽ പെട്ട സ്ഥലങ്ങളാണ് നമ്മുടെ കമീസ് മുഷൈത്ത്, അബഹ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അൽബാഹ, അങ്ങനെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് കമീസ് മുഷൈത്തിൽ എത്തില്ലേ, ബോർഡർ എത്തില്ലേ, തുടക്കം. അപ്പൊ നമ്മള് കമീസ് മുഷൈത്തിൽ എത്തില്ലേ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോണത് നമ്മളെ കുഞ്ഞു മുഹമ്മദിനെ കേട്ടാ. കുഞ്ഞാമത് എൻ്റെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനാണ്, കുടുംബാണ് അല്ലേ ഷഫീഖ? ആരെ കാണാൻ പോണേ? കുഞ്ഞോമനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കമീസ് മുഷൈത്തിലത്തെ പഴയ പള്ളി. അപ്പോൾ ഗൈസ്, റൂമിൽ പോകണ മുന്നേ പ്ലാനിങ് മാറ്റിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് ഒരു ബംഗാളികളിലേക്കാണ് കൊടുന്നുള്ളത്. ഇവിടുത്തെ ഖബർസ്ഥാനാണ് കേട്ടോ. പള്ളിയില് നമ്മൾ കണ്ട മസ്ജിദ് ഉണ്ടല്ലോ, ഓൾഡ് മസ്ജിദിന്റെ അടുത്തുള്ള ഖബർസ്ഥാനാണ്. ഷബീർ, ബിരിയാണി എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല. കഴിക്ക്. ഒരാവറേജ്. നമ്മളെ റൂമിലേക്ക് പോകട്ടോ. ഫ്ലാറ്റ് എത്താറായി തോന്നുന്നുണ്ട്. കുഞ്ഞുമുഹമ്മദ് എവിടോ എടുത്തിട്ടുള്ളതാണ്. ഉൾഭാഗമാണ് അല്ലേ, ഒരു ഗ്രാമപ്രദേശമാണ്. വേറെ സ്ഥലം ഷെബീർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെ വന്നേ? ഇവിടെയാണ് വില്ലെടുത്തത് അന്ന് ബിസിനസ് മീറ്റിംഗ് വന്നപ്പോ അല്ലേ. അരിക്ക പൊന്നുണ്ട്, പറഞ്ഞുകൊണ്ടാ ഷെബീറിന്റെ തള്ളിട്ടിട്ട് ഇവിടെ സംഭവം കണ്ടിട്ട് ഒരു ഇസ്രാ സെറ്റപ്പ് കണ്ടില്ലേ? ഇല്ല, ഭയങ്കര സെറ്റപ്പ് ആയിട്ടാ കാണുന്നിട്ടാ. Wow, nice. What a look. അപ്പൊ ഗൈസ്, കമീസിലെത്തിയ റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കാണിച്ചത് പോലെ തന്നെ ഫ്രഷായി, എല്ലാരും ഫ്രഷായി അല്ലേ? എല്ലാരും ഫ്രഷ് ആയിട്ടാ. ഇവരെല്ലാരും നന്നായി ഉറങ്ങിട്ടെ, ഞാൻ ഉറങ്ങിയിട്ടില്ല, വീണ്ടും പറയണേ. അപ്പൊ നമ്മള് അബഹയില് പോവാണ്. ഞാൻ ഉറങ്ങിയില്ല. അപ്പൊ എവിടെ പോവാ? നമ്മള് അബഹയില് പോവാണ്. ഞങ്ങൾ ആദ്യം പോകുന്നുണ്ട്. അബഹയില് വന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ട സംഭവമാണ് ഫ്ലവർ ഷോ. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്, അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ ഇപ്പൊ ഉണ്ടോ, സീസൺ ആണോ എന്ന് നമുക്കറിയില്ല. സാധാരണ ഏപ്രിൽ മെയിലാണ് ഉണ്ടാവാറ്. ജക്കാറിന്റെ അല്ലേ, ജക്കാറിന്റെ അമേരിക്കയിലത്തെ ഒരു ട്രീ ആണത്. അത് ഇവിടെ വന്ന് അങ്ങനെ പുഷ്ടിച്ച് സംഭവം ആയതാണെന്നാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മള് ഏതും അത് കഴിഞ്ഞ അബഹയിലത്തെ സംഭവം ബഹുലമായ ആൽസുദ കാണാൻ പോകും. ഓ വൈബനല്ലേ, സെറ്റ്. അപ്പൊ നമ്മളിതാ ചാവടിക്ക് ഇറങ്ങിയുള്ള കേട്ടോ. ഷായ് സഫീർ അവിടെയാണ് കയറിയുള്ളത്. ഹായ്, തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. അലിക്ക് അടിപൊളി കറക്റ്റ് ചാവടിച്ച് ഉഷാറായില്ലേ? അലിക്കത് ഇന്നലെ വന്ന പോലെ ആളെ പുതിയപ്പോഴായിക്കണ്ട. നമ്മള് അബാ സെന്റർ എത്തിയില്ലേ? റോഡ് വരുന്നുണ്ട്, മഞ്ഞ് ഇറങ്ങി കിട്ടാം. അതപ്പോ 4:30 ആയിട്ടുള്ള ടൈമിൽ
ഗൈസ് അപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം സബഹയില് പാർക്ക് ഖയാൽ കേട്ടോ, പാർക്ക് ഖയാൽ. ഇവിടെ വന്നതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മരമാണിത്. ബസ്റൂമിയാണ് ഈ മരത്തിന്റെ പേര്. ഈ ബസ്റൂമിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് വെരി ബ്യൂട്ടിഫുൾ മരമാണ്. പക്ഷെ ഇതുപോലെ കായകളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ബ്യൂട്ടിഫുൾ ആയി നിർത്താൻ പറ്റുള്ള ഒരു മരമാണ്. ഒരു രക്ഷയില്ല. എന്താ പറയാ, ഇത് ഇവിടെ വന്ന് നിങ്ങൾ കാണേണ്ട കാഴ്ചയാട്ടോ. അത് അബഹയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ഇവിടെ അസീറുകാരുടെ അല്ലെങ്കിൽ അബഹ കമ്മീഷൻ ക്ഷേത്ത് ഈ പ്രവിശ്യയിലുള്ള ആളുകളുടെ ഒരു കൾച്ചറാണ്. ഇവരുടെ സ്പെഷ്യൽ പാർട്ടികൾ, വെഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള അന്ന് ഇവർ ചൂടുന്ന ഒരു എന്താ പറയുക റൗണ്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ പൂവാണ്. അത് ഇവരുടെ ഒരു സ്പെഷ്യൽ കൾച്ചറാണ്. അപ്പൊ നമ്മള് അബഹയിലൊരു ചിഞ്ചു എവിടെ നമ്മൾ ഇരിക്കുന്നത്? ജഗ്രണ്ട ഫ്ലവർ കാണാൻ വേണ്ടി വന്നുള്ളതാണ് അബഹയിൽ. അടിപൊളി. ഇവിടെ പക്ഷെ ഉണ്ടായി വരുന്നുള്ളൂ ഫ്ലവേഴ്സ് ഒക്കെ. പക്ഷെ ഉള്ളതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാവൻഡർ കളർ അടിപൊളി. കുഴപ്പമില്ല. അപ്പൊ അടിപൊളിയല്ലേ? ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. സെറ്റാണ്. നൈറ്റ് വൈബ് ആണിത്. ഇനിയിപ്പോ നമ്മള് പോകുന്നത് അൽസുദ ചുരാണോ ഇതിനെ പറയാ? അൽസുദ ചുരം കയറാൻ അല്ലേ? മേലേക്ക് കയറാനാ പോണ കേട്ടോ. ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾ അൽസുദ റൂട്ടിലേക്ക് കയറി അല്ലേ? ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ടോട്ടൽ 25, 17 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റാ. നമ്മള് സെറ്റ് വൈബ് ആട്ടോ. മരങ്ങളൊക്കെ ഫുള്ള് സൈഡിലായിട്ട്. അലിക്കാപ്പനി അമ്മ പോകുന്ന എടുക്കാണ് അൽസുദ ചുരം അല്ലേ? ഭയങ്കര ഉയരത്തിലാണോ നിൽക്കുന്നത്? സംഭവമാണോ? ഇങ്ങനെ കയറി പോവും. ഒരുപാട് നമ്മളെ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ. അവിടെ പ്ലേസ് ഇരിക്കാനുള്ള സ്ഥലങ്ങള്, പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ അബഹയിൽ വന്നു കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? അപ്പൊ അബഹയിൽ വന്നു കഴിഞ്ഞാല് നമ്മളിപ്പോ 3 സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഗാർഡൻ ഒരു സംഭവമാണല്ലേ? വ്യൂ പോയിന്റ് ഉണ്ട്. അതിന്റെ അടിക്ക് ഭയങ്കര സംഭവമാണ് അത്. പിന്നെ ഇപ്പൊ നമ്മള് കണ്ട ആ ഫ്ലവറിന്റെ പേര് പറയുന്ന ആൾക്കൊരു സമ്മാനം ഉണ്ട്, മറക്കാതെ പറയണവർക്ക്.
ഗർജണ്ട അല്ല. പറയ അടുത്ത ആള്. നോ, ഗർജണ്ട പോലത്തെ ഒരു പേര് തന്നെ. ജക്കർണ്ട. അങ്ങനത്തെ പേരാണ് ജക്കർണടാണ്. ജക്കർണട. അപ്പൊ ആ ഒരു സ്ട്രീറ്റ് അത് അടിപൊളിയാട്ടോ സംഭവം. പക്ഷെ ഇപ്പൊ ഫ്ലവർ കുറവാണ്. പിന്നെ അൽസൂദ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മളിപ്പോ പോണ സ്ഥലം. മക്കളെ ഒരു ഒടുക്കത്തെ വ്യൂ ആട്ടത്, ഒരു രക്ഷയില്ല. അമ്മോ കാണേണ്ട സംഭവട്ടത്. അമ്മോ മാഷല്ലാ, സെറ്റ് വ്യൂ മക്കളെ. അൽസൂദ തണുപ്പുണ്ടാ ഷബീറ? നമ്മൾ ഓർഡർ ചെയ്ത കബാബ് എത്തി, ബ്രോസ്റ്റ് എത്തി. പക്ഷെ എല്ലാവരും കഴിച്ചതിനെ വീട്ടിൽ മറന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ അബഹ യാത്രയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.